കർത്താവിൽ പ്രിയരെ, ഇന്ന് സഭയായി വിദ്യാഭ്യാസ ദിനമായി വേർതിരിച്ചിരിക്കുന്ന ദിവസമാകുന്നു. നമ്മുടെ സ്കൂളുകളെയും കോളേജുകളെയും ട്രെയിനിങ് സെൻറ്റേഴ്സിനെയും അവിടെയൊക്കെ പഠിക്കുന്നതായുള്ള പഠിതാക്കളെയും എല്ലാം ഓർക്കുന്നതായിട്ടുള്ള ഒരു ദിവസം. പിന്നെ പഠിക്കുന്നതായുള്ള വിദ്യാർത്ഥികൾ വളരെ ഏറെയാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ രാഷ്ട്രത്തിൽ ഈ കാലഘട്ടത്തിൽ ഏകദേശം 1 കോടിയോളം അധികം അധ്യാപകരുണ്ട് എന്നത്രേ കണക്കാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് 30 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ളതായുള്ള നിലയിൽ എത്തുവാൻ ഏറെ താമസമുണ്ടാവുകയില്ല എന്നത് നമുക്ക് മനസ്സിലാകുമല്ലോ. എന്നാൽ അതിന് വിരുദ്ധമായി 1500 കോടി മൊബൈൽ ഫോൺസാണ് ഇന്ന് ഈ ലോകത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥികൾക്കും 2 സെൽഫോണ് കരസ്ഥമാക്കുവാനുള്ള സാധ്യതകളാണ് ലോകത്തിൽ ഇപ്പോഴുള്ളത്. ഒരു ഭാഗത്ത് 30 കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു അധ്യാപകനുണ്ടാകണം എന്നത് ദേശീയ വിദ്യാഭ്യാസ നയമായിട്ട് കാണപ്പെടുമ്പോൾ, മറുഭാഗത്ത് എല്ലായ്പ്പോഴും കൈകാര്യം ചെയ്യാൻ കഴിയുന്നതായുള്ള മൊബൈൽ ഫോണുമായി ജീവിക്കുന്നതായിട്ടുള്ള ആധുനിക ലോകം. ആരാണ് യഥാർത്ഥ ഗുരു ഇപ്പോൾ? ആരാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? സ്കൂളിലൊക്കെയും പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ സെൽഫോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടിയോട് ചോദിച്ചാൽ മതി, അത് ശരിയായിട്ട് പറഞ്ഞു തരും, കാണിച്ചു തരും. ഇന്ന് അവർക്ക് ആദ്യമേ തന്നെ ഗുരുക്കളായിട്ട് മാറുന്നത് സെൽഫോണാണ്. എന്തായിരിക്കാം അവർ പഠിക്കുന്നത്? എന്ത് ജീവിത ശൈലിയിലേക്കാകും അവർ വളർന്നു വരുന്നത്? ആരാണ് സ്ട്രോങ്? ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ല അധ്യാപകരാണ് എന്നും ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ല സെൽഫോണാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ആഡം റിം എന്ന് പറയുന്നതായിട്ടുള്ളൊരു 18 വയസ്സുള്ള വിദ്യാർത്ഥി തൻ്റെ ജീവിതത്തിൽ സ്ട്രെസ്സ് വർദ്ധിച്ചപ്പോൾ, സമ്മർദ്ദമുണ്ടായതായിട്ടുള്ള അവസരത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നത് അന്വേഷിച്ചത് ChatGPTയിലേക്കാണ്. അപ്പോൾ ആത്മഹത്യ കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നു. കുട്ടി ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ മാതാപിതാക്കൾ കുഞ്ഞിൻ്റെ മരണത്തോടനുബന്ധിച്ച് ChatGPTക്ക് കേസ് കൊടുത്തിരിക്കുകയാണ്. ആ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര കേസ് പറഞ്ഞാലും മരിച്ചതായുള്ള കുഞ്ഞ് തിരികെ കിട്ടാനായിട്ട് പോകുന്നില്ല, മരിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശു ഗലീല കടലൊക്കെ കടന്ന് ഗദര ദേശത്തേക്ക് പോകുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അവിടെ ഭൂതഗ്രസ്തനായിട്ടൊരു മനുഷ്യനെ കാണുന്നു. യേശു ആ ഭൂതഗ്രസ്തനെ ശാസിക്കുകയാണ്, അവനെ വിട്ടുപോ, ഗെറ്റ് ഔട്ട് ഓഫ് ഹിം. ഒരു ബാധയാണ് എന്നത് മനസ്സിലാക്കി ആ ബാധ ഒഴിക്കുകയാണ്. അവൻ സൗഖ്യമുള്ളവനായിട്ട് തോന്നുന്നു. വസ്ത്രം ധരിച്ച് യേശുവിനോട് കൂടെ ഇരുന്നു. ദക്കപ്പലി നാട്ടിലൊക്കെയും സുവിശേഷം പറയുവാനായിട്ട് ഇടയായിട്ട് തീരുകയും ചെയ്തു. ദ ടച്ച് ഓഫ് ജീസസ്. The true Guru is none other than Jesus the Christ.
ലോകത്തിലാരും ഇതുവരെ ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പറയുന്നതിനായിട്ട് ഇടയായി തീർന്നിട്ടില്ല. ഓൺലി ജീസസ് ക്രൈസ്റ്റ്. സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം എന്ന് നാം വിശേഷിപ്പിക്കുന്നതായുള്ള ഭാഗങ്ങളെല്ലാം വിശുദ്ധ മത്തായി ക്രോഡീകരിച്ചതായിട്ടുള്ള അധ്യായങ്ങളാണ് 5, 6, 7 അധ്യായങ്ങൾ. യേശു ഈ സനാതനമായുള്ള ധർമ്മങ്ങളൊക്കെ ജനത്തോട് സംസാരിച്ചതിന് ശേഷം പറയുന്നതായുള്ള വാക്യങ്ങളാണ് ഇന്ന് ഏവൻഗേലിയനായിട്ട് നാം വായിച്ചു കേട്ടത്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനെല്ലാം, തൊട്ട് മുമ്പുള്ള ഭാഗം നാം പഠിച്ചാൽ അവിടെ പറയുന്നുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക അല്ല പ്രാഥമികമായുള്ള ലക്ഷ്യം. പിന്നെയോ യേശു നമുക്ക് നൽകിയിരിക്കുന്ന സാരോപദേശങ്ങളെ ഗ്രഹിക്കുന്നതിനായിട്ടും സ്വാംശീകരിക്കുന്നതിനായിട്ടും പ്രവർത്തന ഭാഗത്തിൽ കൊണ്ടുവരുന്നതിനായിട്ടും ഇടയായിട്ട് തീരണം. ദൈവിക ഉദ്ദേശം തിരിച്ചറിയുന്നതായുള്ള വിദ്യാഭ്യാസം എന്ന ചിന്തയാണ് ഇന്ന് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിയണം. ഡിസേണിങ് ദ വിൽ ഓഫ് ഗാഡ്. അത് പ്രാർത്ഥനയിലൂടെയും തിരുവചന ധ്യാനത്തിലൂടെയും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. എത്രമാത്രം നാം നമ്മുടെ കുട്ടികളെ അപ്രകാരം ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ തക്കവണ്ണം പ്രാർത്ഥനാ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രാവശ്യം ഒരു പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ചതിന് ശേഷം അവിടെ ഇരിക്കുന്ന ഒരാളോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചു, എനിക്ക് വേണ്ട, നോട്ടായി. നമ്മുടെ നമസ്കാര ക്രമങ്ങളിൽ കൗമാ ചൊല്ലിയാൽ ആമേൻ പറയുന്നതല്ല എത്ര കുട്ടികളുണ്ട്, എത്ര ആളുകളുണ്ട്. Discerning the will of God is very, very important in our religious life, our spiritual life. Discerning the will of God. സെപ്റ്റംബർ 5 അധ്യാപക ദിനമായിട്ട് വേർതിരിച്ചിട്ടുള്ള ദിവസമാണ്. അതിനോട് ചേർന്നാണ് വിദ്യാഭ്യാസ ദിനമായിട്ട് സഭ ഈ ഞായറാഴ്ച വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന തത്വചിന്തകനും ദാർശനികനും പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തോടെ ചേർന്നുള്ളതായിട്ടുള്ള ഒരു ദിവസമാണ്. 1962 മുതലാണ് ഇത് അധ്യാപക ദിനമായിട്ട് വേർതിരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ചിത്രീകരണമുണ്ട്. 2 കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ കാണുന്നതിനായിട്ട് ചെന്നു. ഒരു കുട്ടി അദ്ദേഹത്തിന് പരിചയമുണ്ട്, കാരണം അദ്ദേഹത്തിന് കീഴിൽ വിദ്യ അഭ്യസിക്കുന്നതായുള്ളൊരു വിദ്യാർത്ഥിയാണ്. മറ്റേ ആളിനെ വലിയ പരിചയമില്ല. ആ വിദ്യാർത്ഥി ശ്രീനിവാസൻ എന്ന് പറയുന്നതായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. ഡോക്ടർ രാധാകൃഷ്ണനോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ രാവിലെ വന്ന് ഇദ്ദേഹത്തെ കണ്ട്
സാറിനെ കണ്ട് അനുഗ്രഹം വാങ്ങി വേണം പോകാൻ എന്നത് എനിക്ക് വെളിവാക്കി. ഞാൻ ലണ്ടനിൽ പോവുകയാണ് ഉപരിപഠനത്തിനായിട്ട്. അതിശയം തോന്നി അങ്ങനെ ഒരു കുട്ടി തൻ്റെ അടുത്ത് വന്നല്ലോ എന്നുള്ളതിൽ. എന്നാൽ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ അയച്ചു. അദ്ദേഹമാണ് ലോകപ്രസിദ്ധ ഗണിത ശാസ്ത്രജ്ഞനായി തീർന്ന ശ്രീനിവാസ് രാമാനുജൻ. ദൈവം കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ കയ്യിലേക്കാണ് നൽകുന്നത്. മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ അധ്യാപകർ. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സാധിക്കും. അനുഗ്രഹിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതായുള്ള അനുഭവം നമ്മുടെ ഭവനങ്ങളുണ്ടാവണം. A family that prays together stays together. ഒരുമിച്ച് ദിനംതോറും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായുള്ള കുടുംബം ഒരുമിച്ച് കുടുംബമായിട്ട് വളരുന്നതിനിടയായിട്ട് തീരും. അപ്പോൾ എവിടെയാണ് നാം വീണു പോകുന്നത് എന്നത് നാം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഖത്താരി വിദ്യാഭ്യാസ കമ്മീഷൻ തങ്ങളുടെ റിപ്പോർട്ടിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഈ രാജ്യത്തിൻ്റെ ഭാഗധേയത്വം ക്ലാസ് മുറികളിലാണ് രൂപപ്പെടുന്നത് എന്നത്. രണ്ട് വാക്കുകൾ ഇന്നേ ദിവസം നമ്മളുടെ മനസ്സിൽ വരും: നോളജ് ആൻഡ് വിസ്ഡം. അറിവ് തേടുന്നതാണ് നോളജ് എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള വിവേകമുണ്ടാകുന്നതാണ് വിസ്ഡം എന്ന് പറയുന്നത്. ജീവിക്കുവാനായിട്ടുള്ള വിവേകമുണ്ടാവുക എന്ന് പറയുന്നത്. വിവരമുണ്ടായാൽ പോരാ, ഇൻഫർമേഷൻ നമുക്ക് എല്ലാവർക്കും ലഭ്യമാണിന്ന്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്, ഈസിലി അവൈലബിൾ. എന്നാൽ വിവരമുണ്ടായാൽ പോരാ, വിവേകമുണ്ടാവണം. നന്മ തിന്മകളെ തിരിച്ചറിയുന്നതിനായിട്ടും തിന്മയെ ജീവിതത്തിൽ നിന്ന് മാറ്റി നന്മയെ ആശ്ലേഷിച്ച് നന്മയുള്ളവരായിട്ട് വളർന്നു വരുന്നതിന് വേണ്ടിയാകണം. ഇന്ന് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഇവിടെയുണ്ട്. അവരവരുടെ സമർപ്പണ ശുശ്രൂഷയിൽ പറയും, സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശു മിശിഹായിൽ വിശ്വസിക്കുന്നു. ഇത് വിശുദ്ധ മാമോദിസയുടെ അവസരത്തിൽ ഈ കുഞ്ഞിന് വേണ്ടി മാതാപിതാക്കൾ, പേരൻസ്, മാതാപിതാക്കളെയൊക്കെ പറയുന്നതായിട്ടുള്ള വിശ്വാസ വാക്കുകളാണ്. ആ വിശ്വാസ വാക്കുകളിൽ, വിശ്വാസത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതായുള്ള ചുമതല വിശ്വാസ സമൂഹത്തിനുണ്ട് എന്നത് ഓരോ മാമോദിസായും നമ്മെ പഠിപ്പിക്കുന്നതായുള്ള കാര്യമാണ്. ഈ മാമോദിസയുടെ തൊട്ടിയിൽ വെള്ളമൊക്കെ വിശുദ്ധീകരിച്ച് കുഞ്ഞിനെ മാമോദിസ മുക്കിയതിന് ശേഷം, അല്ലെ മുഴുവപ്പെടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കുഞ്ഞിനെ എടുത്ത് കൊടുക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ കയ്യിലല്ല, ഗോഡ് പേരൻറ്റിൻ്റെ കയ്യിലാണ്. And God parent is a representative of the faith community. Representative of the faith community. ഈ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരുവാനായുള്ള ചുമതല വിശ്വാസ സമൂഹത്തിനുണ്ട് എന്ന് നാം പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുന്ന അവസരത്തിൽ അവരോടൊപ്പം, പേരൻസിനോടൊപ്പം നമുക്കും സ്തോത്രം പറയുന്നതിനായിട്ടിടയാകും. കാരണം ആ വിശ്വാസത്തിൽ അവർ വളർന്നു വന്ന് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലും ഈ വിശ്വാസ സമൂഹത്തിന് മുമ്പാകെയും സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശു മിശിഹായിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനായിട്ട് പോവുകയാണ്. ആ വിശ്വാസത്തിൽ നിലനിന്ന് വളർന്നു വന്ന് ഫലം കായ്ക്കുവാൻ അവരുടെ ആത്മീയ ജീവിതത്തിൽ സാധ്യമായിട്ട് തീരണം എന്നത്തെ നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്.
ജീവിക്കേണ്ടത് എങ്ങനെ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശു ശിഷ്യന്മാരുമായിട്ട് നടന്ന ഒരു മാളിക മുറിയിൽ കയറി അവർ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് ഒരുങ്ങുമ്പോൾ പൊടി പിടിച്ചതായുള്ള വഴിയിൽ കൂടിയൊക്കെ നടന്നു വന്നതായുള്ള അവരുടെ കാലുകളൊക്കെ കഴുകി അകത്തേക്ക് കയറുവാൻ തക്കോണം വാതിൽക്കൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ വെള്ളം എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആരാ കൊടുക്കുന്നത്? ഞാനോ നീയോ? ഇങ്ങനെയുള്ള ചിന്ത അവരെ ഭരിച്ചതായുള്ള അവസരത്തിൽ യേശു, അവരുടെ ഗുരു, ഒരു വാക്കും പറയുന്നില്ല, മൗനമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് യേശു ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു, അരയിൽ തൂവാല കൊണ്ട് ചുറ്റി ഓരോരുത്തരുടെയും കാലുകൾ കഴുകുവാനായിട്ട് തുടങ്ങി. എല്ലാ ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകി. എന്നിട്ടാണ് അവരോട് കൂടെ ഇരുന്ന് പിന്നെ അവരോട് സംസാരിക്കുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്നും വിളിക്കുന്നു, ഞാനതാകയാൽ ശരി. എന്നാൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമല്ല ഞാനിത് ചെയ്തുവെങ്കിൽ നിങ്ങൾ ഇത് അന്യോന്യം ചെയ്യേണ്ടതാണ്. ശുശ്രൂഷയുടെ മാനദണ്ഡം എന്ത് എന്നത് കർത്താവിനെ പഠിപ്പിച്ചതായുള്ള വേളയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പിന്നീട് പറയുകയുണ്ടായി, ഒരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹമാണ് ഏറ്റവും വലുത് എന്നത് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഒരിക്കൽ മുഹമ്മദ് ബഷീർ, നമുക്കറിയാവുന്നതായുള്ളൊരു സാഹിത്യകാരനാണല്ലോ, മരിച്ചുപോയി. മുഹമ്മദ് ബഷീർ ചെറുപ്പത്തിലൊരു അല്പം രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം പാർട്ടിയുടെ മീറ്റിങ്ങിനൊക്കെ പോകേണ്ടതായിട്ട് വന്നു. അമ്മയോട് പറഞ്ഞിട്ട് പോകാനായിട്ട് പ്രയാസമുണ്ട്, അതുകൊണ്ട് പറഞ്ഞില്ല, പറയാതെ അങ്ങ് പോയി മീറ്റിങ്ങിലൊക്കെ സംബന്ധിച്ച്. പിന്നെയാണ് പ്രയാസം, എങ്ങനെയാണ് വീട്ടിൽ മടങ്ങി ചെല്ലുന്നത്? പറയാതെയല്ലേ പോയത്. എന്നാലും പോകാനായിട്ട് നിശ്ചയിച്ചു പോയി. രാത്രിയായി ചെന്നപ്പോൾ വരാന്തയിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. പോയി കൊട്ടി. ഉമ്മ ചോദിച്ചു, ആരാണ്? ശബ്ദം കേട്ടപ്പോഴേ ഉമ്മയ്ക്ക് മനസ്സിലായി ആരാണ് എന്നത്. ഉടനെ അമ്മ ചോദിച്ചു, നീ വല്ല കഴിച്ചാണ് എന്ന്. ഇല്ല എന്ന ഉത്തരം പറഞ്ഞ അവസരത്തിൽ വിഭവസമൃദ്ധമായുള്ളൊരു ആഹാരം അവന് നൽകി. അപ്പോൾ ബഷീർ ഉമ്മയോട് ചോദിച്ചു, ഉമ്മേ, ഞാനിന്ന് വരുമെന്ന് അറിയാമായിരുന്നു. അല്ല, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി? ഞാനിന്ന് വരുമെന്ന് അറിയാമായിരുന്നു. അത് പറഞ്ഞു, മോനെ, നീ പോയതായുള്ള ദിവസം മുതൽ ഓരോ ദിവസവും നിനക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ഞാനുണ്ടാക്കി ആ ആഹാരമാണ് നിനക്ക് തന്നത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം ഉൾക്കൊള്ളണം എന്ന് പറയുന്നതായുള്ള അവസരത്തിൽ എങ്ങനെ അത് സാധിക്കും? നമുക്കെല്ലാം പ്രയാസമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു റെക്കൺസിലിയേഷൻ വലിയ വിഷമമാണ്. എന്തായാലും പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ രമ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ വിഷമമാണ്. ഞാൻ പറയുന്നതാണ് ശരി. രണ്ട്, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് അതിനെക്കാട്ടി പ്രയാസമാണ്. ഫൊർഗീവ്നെസ്,
വെരി വെരി ഡിഫിക്കൽട്ട്. നമ്മളുടെയൊക്കെ വഴക്കുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ പൊറുക്കുന്നതിനായിട്ടുള്ള പ്രയാസം കൊണ്ട്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ കൂടുതലും മാതാപിതാക്കളാണ് സന്നിഹിതരായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ ആ കുഞ്ഞിനോട് പൊറുക്കുമോ? അമ്മ, സ്നേഹമുള്ള അമ്മ ഒരു മകനെയോ മകളോ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിച്ചതിന് ശേഷം പറയും, മോനെ മോളെ സാരമില്ല, പോട്ടെ, ഇനിയും തെറ്റ് ചെയ്യാതിരുന്നാൽ മതി. അതാ കർത്താവ് പറഞ്ഞത്. ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനിയും പാപം ചെയ്യരുത്. You have a new life. Start again. ഇത് പറയാനായിട്ട് സാധിക്കുന്നത് സ്നേഹത്തിൽ മാത്രമാണ്, സ്നേഹമുള്ളവർക്ക് മാത്രമാണ്. എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും അവരെല്ലാം ചേർത്ത് പിടിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെരി വെരി ഡിഫിക്കൽട്ട്, ബട്ട് ദാറ്റ്സ് ക്രിസ്ത്യൻ ലൈഫ്. വെരി വെരി ഡിഫിക്കൽട്ട്. എങ്ങനെയാണ് കർത്താവിന് ഇസ്കറിയാത്ത യൂദാവിന് കുർബാന കൊടുക്കുവാനായിട്ടിടയായത്? എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കും. യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു. എന്നിട്ടും അത് നൽകി. ദൈവം നമ്മെ പഠിപ്പിക്കുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദ ഡിവോഷൻ ടു ഗാഡ്, ഫിയർ ഓഫ് ദ ലോർഡ് എന്നാണ് പറയുന്നത്. ഭയക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ആദരവോടുകൂടി ഭയഭക്തിയോടുകൂടി ദൈവസന്നിധിയിൽ ചേർന്ന് വരിക എന്നാണ് എൻ്റെ അർത്ഥം. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. നമ്മളുടെ എല്ലാം ബുദ്ധിക്ക് അപ്പുറമായിട്ട് ലഭിക്കുന്നതായുള്ള ദൈവികമായുള്ള പരിജ്ഞാനം, അത് പ്രാപിക്കുന്നതിനായിട്ടാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മുടെ ഒരു സ്പിരിച്വൽ സ്ട്രഗിൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്പിരിച്വൽ സ്ട്രഗിള് ഈ ദൈവിക പരിജ്ഞാനമുള്ളവരായിട്ട് തീരുന്നതിനായിട്ടാണ്. ശലോമോൻ ദൈവത്തോട് അപേക്ഷിച്ചത് തന്നെ ഏൽപ്പിച്ചതായുള്ള ജനത്തെ മേയിപ്പാനായിട്ടുള്ള പരിജ്ഞാനം വേണം എന്നതാണ്, വിവേകം വേണം എന്നതാണ്. ദാവീദ് ഗോലിയാത്തിനെ വധിച്ചത് കൈമിടുക്കുകൊണ്ടല്ല, ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാണ്. ദൈവം എനിക്ക് തരും എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ഞാൻ ആദ്യം ആരംഭിച്ചത് മലബാർ ഡയസിസിലാണ്. പലപ്പോഴൊക്കെ നാട്ടിൽ വരുമ്പോൾ കോട്ടയം അരമനയിൽ പോയി പാർക്കാറുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാനവിടെ രാത്രിയിൽ പോയി പാർത്ത് നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റത് തൊട്ടടുത്തുള്ളതായുള്ളൊരു കുടിലിൽ വല്യപ്പൻ ഉറക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ടാണ്. ആ വീടും പരിസരമൊക്കെ കണ്ടാൽ പട്ടിണിയാണെന്ന് നമുക്ക് ബോധ്യമാകും, യാതൊരു സംശയമില്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തെ മുറുകെ പിടിക്കുന്നതായുള്ളൊരു മനുഷ്യൻ, ഇന്ന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മാത്രമേ നടത്താനായിട്ട് കഴിയുകയുള്ളൂ എന്ന് കരുതുന്നതായുള്ള മനുഷ്യൻ വിശ്വസിക്കുകയാണ്, മുറുകെ പിടിക്കുകയാണ്. ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സാധിക്കണം. ഈ കഴിഞ്ഞ മാരാമൻ കൺവെൻഷൻ്റെ അവസാനത്തിൽ ഞാൻ പറയുകയുണ്ടായി, there should be God talk in our families. God talk in our families. ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടുള്ളൊരു ഭവനമായിട്ട് നമ്മളുടെ ഭവനങ്ങൾ മാറണം. ജീവിതാനുഭവത്തിൽ ദൈവം എത്ര നല്ലവനാണ്, വല്ലഭനാണ് എന്നതൊക്കെ മനസ്സിലാക്കാൻ നമുക്കിടയാകുന്നുണ്ട്. ദൈവം നടത്തിയതായുള്ള വഴികൾ, വിധങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് നമ്മളുടെ വരും തലമുറയോടെ പറഞ്ഞു കൊടുക്കുന്നതിനായിട്ട് സാധിക്കണം. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി, പ്രതികൂല സാഹചര്യമായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എന്നെ വഴി നിർത്തി,
Have God talk in our families. ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പങ്കിട്ട് കൊടുക്കുന്നതിനായിട്ട് സാധിക്കണം. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതിനായിട്ട് ശ്രമിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. കല്ലും ഒക്കെ നിറഞ്ഞതായിട്ടുള്ള പലസ്തീൻ നാട്ടിൽ വീട് പണിയുന്നതിനായിട്ട് ആഗ്രഹിക്കുന്ന അവസരത്തിൽ വാനം തോണ്ടി പാറ കാണേണ്ടത് ആവശ്യമാണ്. അവിടെ ആ പാറയുടെ മുകളിലാണ് വീട് പണിയുന്നത്. കഠിന അധ്വാനം ആവശ്യമാണ്, നിരന്തരമായിട്ടുള്ള പരിശ്രമം ആവശ്യമാണ്. നാം പണിയുന്നതായുള്ള വീടുകളിലാണ് നാം വസിക്കേണ്ടി വരുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാം. ജീവിതത്തിലും അപ്രകാരമാണ്. ജീവിതമാകുന്ന ഭവനത്തെ എങ്ങനെ നമ്മൾ പണിയുന്നുവോ അതിലാണ് നമുക്ക് വസിക്കേണ്ടതായിട്ട് വരുന്നത്. ബുദ്ധിയില്ലാത്ത മനുഷ്യനെക്കുറിച്ചും പറയുന്നുണ്ട്. എളുപ്പത്തിൽ വീട് പണിയുന്നതിനായിട്ട് പരിശ്രമിക്കും. എളുപ്പത്തിലുള്ള മാർഗങ്ങളെല്ലാം വളരെയധികം സങ്കീർണമാണ്, പ്രയാസമാണ് എന്നത് ദൈവജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഠിനാധ്വാനത്തിലൂടെ ദൈവഹിതം മനസ്സിലാക്കി അത് പൂർണ്ണമായി അനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ട് സാധിക്കണം. മാതൃകാ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. സ്വർഗസ്ഥാന പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു കാൽവറി ക്രൂസിൽ പരമയാഗമായിട്ട് പുത്രൻ തീരണമെന്നുള്ളത്. പൂർണ്ണമായിട്ടനുസരിച്ചു. കാൽവറിയിൽ പരമയാഗമായിട്ട് തോന്നുന്നു. ശരീരം മുറിച്ചു, രക്തമൊഴുക്കി, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവിലാണ് നാം ആശ്രയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രയാസ സാഹചര്യങ്ങളിലും നമ്മെ ഉദ്ധാനം ചെയ്യുവാൻ്റെ കോണം, ഉയർത്തുവാൻ്റെ കോണം മതിയായതായുള്ള കർത്താവ് എന്നും ജീവിക്കും. ആ കർത്താവിലുള്ള ശരണമാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇത് എത്ര ബൗദ്ധികമായിട്ട് പറഞ്ഞാലും മനസ്സിലാവുന്ന കാര്യമല്ല. അനുഭവത്തിൽ മനസ്സിലാക്കേണ്ടതായുള്ള കാര്യമാണ്. ഈ അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും വരും തലമുറയ്ക്കും സാധ്യമായി തീരണമേ എന്നത് ആഗ്രഹിക്കാം. ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്നതായുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിൻ്റെ വചനത്തെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനാൽ സ്തോത്രം. വചനത്തെ ഞങ്ങൾ കേട്ട് അനുസരിക്കുന്നവരായി, ബുദ്ധിയുള്ള മനുഷ്യരെ പോലെ പാറമേൽ വീട് പണിയുന്നവരായി കാണപ്പെടുവാൻ കൊണ്ടിടയാക്കണമേ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുള്ള കർത്താവിനെ ജീവിതത്തിൽ ഗുരുവായിട്ട് കണ്ടുകൊണ്ട് നിൻ്റെ പാതകളെ പിന്തുടരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. വന്ന് ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ഓരോ കുടുംബങ്ങളെയും ഇതിനെ വാഴ്ത്തുകയും ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ജീവിക്കുന്ന കുടുംബങ്ങളായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാം രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. പിന്നെ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പൈതങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കണമേ.